if the air between two charges is replaced by water, what change you expect in the electrostatic force and why? രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള മീഡിയമായ എയർ മാറ്റി അതിന് പകരം അവിടെ വാട്ടർ വരികയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എന്ത് മാറ്റം വരും? അപ്പോൾ അതിൻ്റെ തിയറി എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത തിയറിയാണ് ഈ ക്വസ്റ്റ്യനിൽ ബാധകമായി വരുന്നത്. അതിലൊന്നാമത്തത് മീഡിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോൺസ്റ്റൻ്റായ പെർമിറ്റിവിറ്റി അഥവാ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു റേഷ്യോ ആയിട്ടാണ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്ന മീഡിയം ആ ഫീൽഡ് ലൈൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ, അതിനെ ക്യാപിറ്റൽ കെ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു സിമ്പൽ ഈക്വൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഗിവൺ മീഡിയം, അത് ഈ കേസിൽ വാട്ടർ ആണ്, ഡിവൈഡഡ് ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അതായത് എപ്സിലോൺ 0. അപ്പോൾ രണ്ട് പെർമിറ്റിവിറ്റികളുടെ റേഷ്യോ. അപ്പം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിനെ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, കെ ടൈംസ് എപ്സിലോൺ 0 എന്ന് വരും. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോൺ എം എന്ന് പറയുന്നത് കെ ടൈംസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ടൈംസ് എപ്സിലോൺ 0 ആയിരിക്കും. ഇനി അടുത്തത് ഇവിടെ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ലോ ആണ് കൂളംസ് ലോ. അപ്പോൾ അടുത്ത തിയറി കൂളംസ് ലോ ആണ്. അപ്പോൾ കൂളംസ് ലോ അനുസരിച്ച് രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് 1/4π എപ്സിലോൺ 0 Q1 Q2/r² ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കിത് ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ചാർജുകൾ എയറിലാണെന്നാണ്. അപ്പോൾ എയറിൻ്റെ കേസിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനെ FA എന്ന് കൊടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0, അവിടെ എപ്സിലോൺ 0 Q1 Q2/r². ഇവിടെ എപ്സിലോൺ 0 ആണ് വരുന്നത്. എപ്സിലോൺ 0 അഥവാ എപ്സിലോൺ നോട്ട് റെപ്രസെൻറ്റ്സ് എയർ ഓർ വാക്യൂം. അടുത്തത് വെള്ളത്തിൽ വെച്ചതിന് ശേഷമുള്ള ഫോഴ്സ്. അപ്പോൾ ചാർജുകൾ വെള്ളത്തിലിരിക്കുമ്പോൾ ഫോഴ്സിനെ FW എന്ന് വിളിക്കാം. അത് 1/4π എപ്സിലോൺ എം ആയിരിക്കും വരുന്നത്. അതായത് ഇവിടെ വാട്ടറാണ് മീഡിയം, അപ്പം മീഡിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പെർമിറ്റിവിറ്റി എപ്സിലോൺ എം ഇൻറ്റു Q1 Q2/r². അപ്പോൾ ഓൾറെഡി നമ്മൾ എഴുതിയ തിയറിയിൽ നിന്ന് എപ്സിലോൺ എം നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എപ്സിലോൺ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ ടൈംസ് എപ്സിലോൺ 0 ആണ്. അപ്പോൾ 1/4π കെ ടൈംസ് എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2/r² ആയിരിക്കും. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഫോഴ്സ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു 1/k മുന്നോട്ട് എഴുതാം, 1/k ടൈംസ് 1/4π എപ്സിലോൺ 0 Q1 Q2/r² എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന വാല്യൂ നമുക്ക് ആദ്യം കിട്ടിയ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ FW ഇസ് ഈക്വൽ ടു 1/k ടൈംസ് FA അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ എയർ എന്ന് കൊടുക്കാം. അപ്പോൾ ചോദ്യം ഫോഴ്സ് വാട്ടറിൽ വെച്ചതിന് ശേഷം എന്താകുമെന്നതാണ്. അത് 1/k ടൈംസ് എയറിലുള്ള ഫോഴ്സ് ആകും എന്നതാണ് ഉത്തരം. അപ്പോൾ 1/k ടൈംസ് ദ ഇനിഷ്യൽ ഫോഴ്സ് ഓർ ഫോഴ്സ് ഇൻ എയർ. 1/k ആയതുകൊണ്ട് തന്നെ അതിനെ ഇങ്ങനെയും ആൻസർ ചെയ്യാം. പുതിയ ഫോഴ്സ് പഴയ ഫോഴ്സിൽ നിന്ന് കുറയുന്നു, അതായത് ഏതാണ് ഫോഴ്സ് ഡിക്രീസസ് ബൈ k ടൈംസ്, k മടങ്ങ് കുറയുന്നു എന്നും എന്ത് ചെയ്യാം, ഇതിനെ ആൻസർ ചെയ്യാം.